ഹായ്. സാരി ഉടുക്കുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിലും തയ്ക്കുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന ചില വിത്ത് ബ്ലൗസുകളും ചില ഡിസൈനുകളും ഒക്കെ ഉണ്ട്. ഈ മെറ്റീരിയൽ വരുന്ന ഡിസൈൻ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആകെ തിരിഞ്ഞു പോകും. പിന്നെ ഒരു പീസ് കട്ട് ചെയ്യാനൊന്നും തികയത്തൊന്നുമില്ല. അപ്പോൾ വിത്ത് ബ്ലൗസ് എങ്ങനെയുള്ളതായാലും ചില കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ കട്ട് ചെയ്താൽ മാത്രമേ ഡിസൈനൊന്നും തിരിഞ്ഞു പോവാതെ കറക്റ്റ് അളവിൽ നമുക്ക് ആ ബ്ലൗസ് തയ്ച്ചു കൊടുക്കാൻ പറ്റൂ. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഒരു ലൈക്ക് തരണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. വീഡിയോയിൽ കാണുന്നില്ലെങ്കിലും ഇതൊരു ഡിസൈനുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ബോർഡർ സ്ലീവ് വരുന്ന ഭാഗത്ത് രണ്ട് വശത്തും രണ്ട് വീതിയിലുള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് ആദ്യം നമ്മൾ കൈ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. ഒരു വശത്തുനിന്ന് മാത്രമല്ലേ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം സ്ലീവ് കട്ട് ചെയ്തിട്ട് ബാക്കി ഓരോന്നും പറയാം. ഇതുപോലെ 4ആയിട്ട് മടക്കിയിടാം. ബ്ലൗസിൽ കൈനീളം 10.25 ഉള്ളൂ. 1/2 ഇഞ്ചും കൂടി അധികം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10.25 വേണം. പിന്നെ തയ്യൽ തുമ്പ് ഇവിടെയും അപ്പുറവും വേണം. അവിടെ നമുക്ക് ആ ടേപ്പ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മൊത്തം 11.5 നമുക്ക് വേണ്ടത്. അപ്പോൾ 11.5 മുകളിലും ഈ അടിഭാഗത്തും മാർക്ക് ചെയ്യാം. കറക്റ്റ് ഷേപ്പിന് വേണ്ടി നമുക്കൊരു 3.5 മാർക്ക് ചെയ്യാം. എപ്പോഴും 3.5 ആയിരിക്കത്തില്ല, അതിൽ കൂടുകയും കുറയുകയും ചെയ്യും. നമ്മളിത് മാർക്ക് ചെയ്തിട്ട് അളന്ന് നോക്കുമ്പോഴാണ് ഇത് കൂട്ടണോ കുറയ്ക്കണമെന്ന് തീരുമാനമാവുന്നത്. കൈവണ്ണ അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പം ഇതുപോലെ അകവശം എടുത്തിട്ടെടുത്താലാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. എല്ലാ അളവുകളും ആദ്യമേ എഴുതി വെക്കണം. അതിനുശേഷം മാത്രമാണ് കട്ട് ചെയ്യാൻ തുടങ്ങേണ്ടത്. അതാണ് നമുക്ക് പിന്നീട് കൂടുതൽ എളുപ്പമാവുന്നത്. അളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവ് എടുക്കേണ്ടത്, എങ്ങനെയാണ് എഴുതി വെക്കേണ്ടതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൽ ആവർത്തിക്കുന്നില്ല. പുതിയതായിട്ട് അതിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം നമുക്കിതിൽ പറഞ്ഞു പോകാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നം വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ആം റൗണ്ട് വരുന്നത് 16.5 അതിൻ്റെ പകുതി 8.25. അപ്പോൾ നമുക്കിവിടെ ഈ അളന്ന് നോക്കുമ്പോൾ 8.25 വേണ്ടത്. പക്ഷേ ഇത് 8.25 കഴിഞ്ഞ് അധികമുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3.5 എടുത്ത സ്ഥലത്ത് ഒരു 3.25 ഇതുപോലെ വരച്ച് നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ചെറിയ കൈവണ്ണം അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. അതിനുശേഷം തയ്യൽ തുമ്പ്. ഇനി നമുക്ക് സ്കെയിൽ വെച്ച് ഇങ്ങനെ ചരിച്ച് വരച്ച ശേഷം അതിന് തൊട്ട് മുകളിലായിട്ടൊരു ഷേപ്പ് കൊടുക്കണം. ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്നെങ്കിലും നമ്മൾ തയ്യലിടുമ്പോഴാണ് ശരിക്കും അങ്ങനെ ചെയ്യേണ്ടത്. ഒരു 9 ഇഞ്ചിൽ കൂടുതൽ കൈനീളം വരുമ്പോൾ നമ്മൾ ഈ ഷേപ്പ് കൊടുക്കണം. അതിൽ കുറവാണ് സ്ലീവിൽ എന്തെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ചെറിയ ചുളിവുണ്ടാവും. തയ്ക്കുമ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്. കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കൈവണ്ണം ആ തയ്യൽ തുമ്പ് കുറവുള്ള ഭാഗത്ത് നമുക്ക് ചെറിയൊരു പീസ് കൊടുക്കേണ്ടി വരും. അറിഞ്ഞുകൂടാത്തവർക്ക് ഒട്ടും കൺഫ്യൂഷൻ ആവാത്ത രീതിയിലാണ് വീഡിയോയിൽ എല്ലാം കാണിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് എല്ലാം പറഞ്ഞു പോകുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രം സ്പീഡിൽ കാണിച്ചു പോകുന്നത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആവാതിരിക്കാനാണ്. ലൈനിങ് ബ്ലൗസൊക്കെ നമുക്ക് പുഷ്പം പോലെ സ്പീഡിൽ കട്ട് ചെയ്തെടുക്കാനുള്ളതെല്ലാം ബിഗിനേഴ്സിന് ഇതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. തുണി താണ്ട് എങ്ങനെയാണ് മടക്കിയിട്ടേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഒന്ന് നല്ല രീതിയിൽ ലെവൽ ചെയ്യണം. ഇവിടെ മാത്രം പോരാ, ഷോൾഡർ വരയ്ക്കുന്നിടത്ത് നല്ല ലെവലായിരിക്കണം. അതിനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം ബ്ലൗസിൻ്റെ ഇറക്കം 16.5 തയ്യൽ തുമ്പ് ചേർത്ത് കുറച്ചങ്ങോട്ട് നമ്മളെ കൈക്കുഴി വരുന്ന ഭാഗത്തായിട്ട് ഇതേ 16 മാർക്ക് ചെയ്ത് ഈ 2 16.5 കൂടെ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ച് ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് ഷോൾഡർ 6.5 അത് ഈ ലൈനിൽ തന്നെ മാർക്ക് ചെയ്യണം. ഇനി തൊട്ട് താഴേക്കും കൂടി 6.5 ഇതേ 6.5 ഷോൾഡർ എത്രയാണോ അത്രയും മാർക്ക് ചെയ്യണം. നമ്മുടെ കൈക്കുഴിക്ക് നല്ല ലെവലിന് വരാൻ വേണ്ടിയിട്ടാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കഴുത്ത് വരയ്ക്കാം. കഴുത്തിൻ്റെ അകലം നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ്. കഴുത്തൊന്നും അകന്നു പോകത്തില്ല 3 ഇഞ്ച് കഴുത്തകലം എടുത്താൽ. ഇനി നമുക്ക് ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 8 ഇഞ്ചാണ്. 8 ഇഞ്ചും 3 ഇഞ്ചും. ഇതിന് നമുക്ക് ഒന്ന് സ്ട്രൈറ്റായിട്ട് വരയ്ക്കണം. അതിനുശേഷം അതിൽ റൗണ്ട് വരയ്ക്കാം. ഇനി ബ്ലൗസിൻ്റെ വണ്ണമാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. 10.25. വണ്ണം 10.25 മാർക്ക് ചെയ്ത് ഇനി അവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ആം റൗണ്ട് കൈക്കുഴിക്ക് വേണ്ടി 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ആം റൗണ്ട് എപ്പോഴും 5.5 ആയിരിക്കത്തില്ല, അതിൽ കുറച്ചും ചില സമയത്ത് കൂട്ടി എടുക്കേണ്ടി വരും. തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്, കുറച്ചധികമാണ്. അത് തയ്യൽ തുമ്പ് കാണാതെ ഒന്ന് കവർ ചെയ്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് വേസ്റ്റാണ്, അതായത് ബ്ലൗസിൻ്റെ ഇടുപ്പ് വണ്ണം. അപ്പോൾ ഇതിന് 32ആണ്, അതിനെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ 8 വരും. ഇവിടെ പക്ഷേ വീഡിയോ മിസ്സായിപ്പോയി. ഞാൻ നിങ്ങൾക്ക് കഴിയുന്നത്ര സൂം ചെയ്ത് കാണിക്കാൻ ശ്രമിച്ച് ഈ ഭാഗം മിസ്സായിപ്പോയി. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ വേസ്റ്റിൻ്റെ 4 ഭാഗം 8 ഇഞ്ച്, ടക്കിന് വേണ്ടി 1 ഇഞ്ച്, 9 ഇഞ്ച്, 9 ഇഞ്ചും പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആമറൗണ്ട് 5.5 ഇല്ലേ, അതിൻ്റെ പകുതി 2.25 ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ വരയ്ക്കാം. നമുക്ക് ആ തയ്യൽ തുമ്പൊന്ന് മാർക്ക് ചെയ്തിട്ട ശേഷം ഇതിലേക്ക് വരാം. അപ്പോൾ സൈഡ് തയ്യൽ തുമ്പും ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ആ ഒരു തയ്യൽ തുമ്പ് നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം. ഇനി ആമറൗണ്ടിൻ്റെ ഷേപ്പ് വരയ്ക്കാം. നമുക്ക് ആ 2.25 മാർക്ക് ചെയ്തെടുത്ത് ഇതാ ഇങ്ങനൊരു ഷേപ്പ് വരയ്ക്കാം. എന്നിട്ട് അത് നമുക്ക് അളന്ന് നോക്കാം. 8.25 നമുക്ക് വേണ്ടത്. 8.25 എന്നുള്ളത് 8.25 ശകലം കുറവുണ്ട്. അപ്പോൾ അങ്ങനെ ടൈറ്റായി പോയിക്കൂടല്ലോ. അപ്പോൾ നമുക്ക് ശകലം കൂടെ ഒന്ന് താഴ്ത്തിയത് ഇതുപോലെ വരച്ച് കറക്റ്റാക്കി എടുക്കാം. തുടക്കക്കാർക്ക് വരുന്ന വലിയൊരു അബദ്ധം, അത് വരാതിരിക്കുന്നത് എങ്ങനെയെന്ന് ഇനിയിപ്പോൾ പറയാം. ഫ്രണ്ട് പീസിലാണത്. നമ്മൾ ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ ബ്ലൗസിലിട്ട് കട്ട് ചെയ്യും. അതിൽ മെയിൻ പീസ് വളരെ ലാവിഷായിട്ട് കട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ നമുക്ക് പറ്റിപ്പോകുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഈ ഡിസൈനുള്ള ടൈപ്പ് തുണികൾക്ക് അപ്പോൾ അത് വലതുവശവും ഇടതുവശവും അങ്ങനെ തന്നെ വരണം. പ്രത്യേകിച്ച് നമ്മൾ ക്രോസായിട്ട് കട്ട് ചെയ്യുന്ന ബ്ലൗസുകളിൽ ഫ്രണ്ട് പീസ് 2 സ്ഥലത്തുനിന്ന് കട്ട് ചെയ്യാറുണ്ട്. ഒരേ സ്ഥലത്തുനിന്ന് കട്ട് ചെയ്യാൻ തികയാത്തത് കൊണ്ട് രണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഈ നല്ല വശവും അകവശവും അതുപോലെ തന്നെ വലതുവശവും ഇടതുവശവും ഒക്കെ മാറിപ്പോവുകയും തിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരത്തില്ല. ഡിസൈനുള്ള വിത്ത് ബ്ലൗസാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നതെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ബാക്ക് പീസ് വെച്ച് ഇതാ ഈ സൈഡ് ഷോൾഡർ, ആം റൗണ്ട്, അതുപോലെ വണ്ണത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ നമുക്ക് വരച്ചെടുക്കാം. വണ്ണത്തിൻ്റെ സൈഡ് ചരിഞ്ഞ് പോകുന്നുണ്ട്, നമ്മൾ ചരിക്കേണ്ട, നേരെ അങ്ങ് വരച്ചാൽ മതി. ചില സമയത്ത് നമുക്ക് അവിടെ കുറേ കൂടി വണ്ണം കൂട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ അതും കൂടി കിട്ടത്തക്ക വിധം വേണം നമ്മൾ ഈ ബാക്ക് പീസ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഷോൾഡർ മുതൽ താഴേക്ക് ഒരു 11 ഇഞ്ച് നമ്മുടെ പോയിൻ്റ് വരെയുള്ള ലെങ്ത്, അതിൻ്റെ തൊട്ട് താഴേക്ക് 3.25 ടക്കിൻ്റെ ലെങ്ത്. അപ്പം മൊത്തത്തിൽ 14.25 വരും. ഷോൾഡർ മുതൽ ഈ അണ്ടർ ബ്രസ്റ്റ് വരെ 14.25. അപ്പോൾ ഇത് ശരീരത്തിൽ നിന്നാണ് നമ്മൾ ആ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അളവ് ബ്ലൗസിൽ നിന്നാണെങ്കിൽ എങ്ങനെ ഈ ഒരു ലെങ്ത് കൂടിപ്പോയാൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് കഴുത്ത് ലൂസാവും, കൈക്കുഴി ഭാഗത്ത് ചുളുക്ക് വരും. ഈ ഒരു ലെങ്ത് കറക്റ്റായിരിക്കണം. ഇനി ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച്, 6.25, 6.5 നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം. അതിൻ്റെ ആ ഒരു റൗണ്ട് നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഈ ബ്ലൗസിന് വേണ്ടത് 8 ഇഞ്ചാണ്. അപ്പോൾ അതാ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് വരച്ചിട്ട് ഇതിനകത്ത് റൗണ്ട് വരച്ചതിന് ശേഷം അളന്ന് നോക്കാം. ഇനി നമുക്കിത് അളന്ന് നോക്കാം. അപ്പോൾ 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്, ഷോൾഡർ തയ്യൽ തുമ്പ് കൂടാതെ. അപ്പോൾ ഇതാ ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ ഇവിടെ ഷോൾഡർ തയ്യൽ തുമ്പ് ഇവിടെ ഉണ്ട്. ഇതാ കറക്റ്റ് 8. ഇങ്ങനെയും കൂടി നമ്മൾ റൗണ്ട് വരച്ചാൽ മാത്രം പോരാ, ഇങ്ങനെയും കൂടി കഴുത്ത് ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ ആ ഒരു ഷേപ്പ് വരയ്ക്കാം. ഇതാ ഈ ലൈനിൽ നിന്ന് തൊട്ട് മുകളിലോട്ടൊരു 1.5 ഇഞ്ച്, അതേപോലെ നേരെ ഇപ്പുറത്തെ സൈഡിലും ആ ഒരു 1.5 ഇഞ്ച് എടുക്കണം. ഈ സൈഡ് പട്ടയിൽ നിന്ന് ടക്കിൻ്റെ അകലം അതിവിടെ 4.25. ഇനി നമുക്ക് ഇവിടെ ആദ്യം 1.5 ഇഞ്ച് എടുത്തില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് ഒരു 4 ഇഞ്ച്. കഴുത്തിൻ്റെ ഭാഗത്തോട്ട് കൂടുന്നില്ല, അവിടെ നേരത്തെ വരച്ച അതേ അകലം തന്നെ അവിടെ കൂടരുത്. ഇനി ഈ 4.25 വരച്ചില്ലേ, അതിൽ നിന്ന് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കണം, ചരിഞ്ഞൊന്നും പോവരുത്. എന്നിട്ട് അതിൻ്റെ അകലം ഒരു 1.5 ഇഞ്ച്, ടക്കിൻ്റെ വീതി 1.5 ഇഞ്ച്, തൊട്ടപ്പുറത്തേക്കും 1.5 ഇഞ്ച് കൊടുക്കാം. ഇതിങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചിട്ട് അതിൻ്റെ ആ ഒരു ലെങ്തിൽ നമ്മൾ 3.25 കൊടുക്കണം. അപ്പോൾ ഈ 3 ലൈനിൽ നമുക്ക് ഈ 3.25 മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യം 1.5 എടുത്ത ആ ലൈനിൽ നിന്ന് ഈ 1.5യിലേക്ക് ചരിച്ച് വരയ്ക്കാം, ഇപ്പുറത്തെ സൈഡിലേക്കും അങ്ങനെ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം. ഹൂക്ക് പടിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ടക്ക് നമ്മുടെ ഈ പോയിൻറ്റിൻ്റെ ലൈനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ ആം റൗണ്ട് അവിടെ ഒന്ന് കുഴിച്ച് വരച്ച ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ടക്ക് വരും. നമുക്ക് വേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് ദാ ഇവിടെ ആ പടി വരുന്ന ഭാഗത്ത് നിന്ന്, ഹൂക്ക് പടി വരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ടക്കിൻ്റെ 3 ലൈൻ ഉള്ളതിൽ ആദ്യത്തെ ആ ഒരു ലൈൻ വരെ എത്രയുണ്ടെന്ന് നോക്കാം.
ഇവിടെ 3.25. ഇനി ടക്കിനകത്ത് നോക്കണ്ട, ഇനി അറ്റത്തെ ലൈനിൽ കൊണ്ടൊന്ന് നോക്കാം. 3.25 തൊട്ട് തുടങ്ങാം. ഇപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത് വേസ്റ്റ് ഭാഗത്തുള്ള ലൈൻ. വേസ്റ്റ് നമുക്ക് എത്ര 32 അല്ലേ, അപ്പം അതിൻ്റെ 4/1 ഭാഗമാണ് 8. അപ്പോൾ 8 ഉണ്ടാകുന്ന നോക്കിയിട്ട് 8ആണ് നമുക്ക് വേണ്ടത്. ഒരു 1/4 ഇഞ്ചും കൂടെ കൊടുക്കാം. പിന്നെ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതും കൂടി കറക്റ്റ് ചെയ്താൽ മതി. അപ്പം നമുക്കിത് ആദ്യമേ ഫ്രണ്ട് പീസ് വരച്ചിടുമ്പം തന്നെ നമുക്കിത് ഇത്രയും ഉണ്ടാകുന്നൊരു ഏകദേശം നോക്കിയ ശേഷം ബാക്കി വരച്ച് തുടങ്ങിയാൽ മതി. ഇത് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴേ. നമ്മുടെ ആ ഷേപ്പ് ഒന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ടക്കിൻ്റെ ആ മെയിൻ ലൈനിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ടക്കിൻ്റെ പോയിൻ്റ് അപ്പുറത്തും കൂടെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലൈനിൽ ചോക്ക് വെച്ച് ഒന്നും കൂടെ ഒന്ന് തെളിയിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ കത്രിക വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പാട് അപ്പുറത്ത് വീഴും. അപ്പോൾ അവിടെ നമുക്കിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഈ ബ്ലൗസിന് ഇങ്ങനെ അപ്പുറത്ത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈനിങ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ലൈനിങ്ങിലാണ് ഈ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഹുക്ക് പടി വരുന്ന ടക്കൊക്കെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നുള്ള ടക്ക് നമുക്കിപ്പോൾ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എന്നാലും മെയിൻ ടക്ക് എടുത്ത ശേഷം സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ലൈനിങ് ഇതാണ്. നമുക്ക് ലൈനിങ്ങിൻ്റെ ആ പീസുകളും ബാക്കി പട്ടയ്ക്കുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൽ ബിഗിനേഴ്സ് കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. സ്ലീവ് ബ്ലൗസ് പീസിൽ നിന്ന് കട്ട് ചെയ്യുമ്പം ഇങ്ങനെ ഒരു വശത്തു നിന്ന് തന്നെ കട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ തുണി മുറിച്ചെടുക്കും എന്നറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയതാണേ. നമ്മുടെ സ്ലീവിൻ്റെ കൈവണ്ണ എത്രയെന്നൊരു ഏകദേശം ഒന്ന് എടുത്ത ശേഷം അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി കണക്കാക്കിയിട്ട് അതിനെ ടേപ്പ് ഇങ്ങനെ മടക്കി അതിനെ ഒന്നും കൂടി മടക്കുമ്പം ഇത്രയും കിട്ടും. അതിന് വീണ്ടും മടക്കുമ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 8.5 ആണ് എങ്കിൽ, തയ്യൽ തുമ്പ് ഉൾപ്പെടെ 8.5 ആണെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ മടക്കുമ്പം അതിൻ്റെ 3 ഇരട്ടിയും കൂടെ ആകുമ്പം 34 ഇഞ്ച് ആവും. 2 കൈക്കും കൂടി 34 ഇഞ്ച്. ഇനി നമുക്കിങ്ങനെ ഒരറ്റത്ത് വെച്ച് 34 ഇഞ്ച് എവിടെ വരെയുണ്ടോ അത്ര കണക്കാക്കി നമുക്ക് ബ്ലൗസ് പീസിങ് മുറിച്ച് മാറ്റാം. ഈ സാരി നമ്മുടെ സാരിയുടെ മുന്താണിയും ബ്ലൗസ് പീസും സെയിം ആണ്, ഒരു വ്യത്യാസവുമില്ല, ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആവശ്യത്തിലധികം തുണി മുറിച്ച് കളയാതിരുന്നാൽ നമുക്ക് ആ സാരിയുടെ മുന്താണിയിൽ ഇത് കിടക്കുകയും സാരിയുടെ അളവ് കുറഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് അളന്ന് കട്ട് ചെയ്യാം. നോർമൽ സൈസിലുള്ള ബ്ലൗസാണ് നമുക്ക് തയ്ക്കേണ്ടതെങ്കിൽ സാരിയിൽ നിന്നൊരു 85 സെൻറ്റിമീറ്ററൊക്കെ മുറിച്ചെടുത്താൽ മതിയാവും. ഇനി 2 കൈയും 2 വശത്തുനിന്നും എടുക്കാമെങ്കിൽ അത്രയും പോലും വേണ്ട, 1 മീറ്ററൊന്നും ഒരിക്കലും വേണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.